ഹലോ എവരി വൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്വദേശ് എന്ന കവിതയിലെ കുറച്ച് ശബ്ദാർത്ഥവും ക്വസ്റ്റ്യൻ ആൻസേഴ്സും മനസ്സിലാക്കാം. സ്വദേശ് കവിതയുടെ ഡീറ്റെയിൽഡ് മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ കണ്ടിട്ട് കവിത നന്നായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വദേശ് കാ അർത്ഥ് ക്യാ ഹെ? സ്വദേശ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്വന്തം ദേശം, സ്വന്തം രാജ്യം അല്ലേ? അപ്പോൾ അപ്നാ ദേശ് അർത്ഥാത് മാതൃഭൂമി, അപ്നാ ദേശ്. കവിനെ കിസ് ഹൃദയ കോ പത്തർ കഹാ ഹെ? കവി ആരുടെ ഹൃദയത്തെ ആണ് പത്തർ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഏത് വ്യക്തിയുടെ ഹൃദയത്തെയാണ്? ജിസ് ഹൃദയ മേ സ്വദേശ് കെ പ്രതി പ്രേം നഹി ഹോത്ത കവിനെ ഉസ് ഹൃദയ കോ പത്തർ കഹാ ഹെ? ആരുടെ ഹൃദയത്തിലാണോ സ്വന്തം ദേശത്തോട് സ്നേഹമില്ലാത്തത് ആ വ്യക്തിയുടെ ഹൃദയത്തെയാണ് കല്ല് എന്ന് കവി പറഞ്ഞിരിക്കുന്നത്, പത്തർ എന്ന് പറഞ്ഞിരിക്കുന്നത്. കവിതാക്കെ കവി കാ നാം ക്യാ ഹെ? സ്വദേശ് എന്ന കവിത എഴുതിയ കവിയുടെ പേരെന്താണ്? ഗയാ പ്രസാദ് ശുക്ല സനേഹി. പർവാന കിസേ കഹാ ഗയാ ഹെ? പർവാന എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? വഹ് ജോ ദേശ് കെ ലിയെ ബലിദാൻ ദേത്താ ഹെ? ഏത് വ്യക്തിയാണോ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിക്കുന്നത് ആ വ്യക്തിയെയാണ് പർവാന എന്ന് പറഞ്ഞിരിക്കുന്നത്. കാൽദീപ് കിസ്കാ പ്രതീക് ഹെ? കാൽദീപ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? മൃത്യുയ അന്ത് കാ പ്രതീക്, മരണത്തിൻ്റെ പ്രതീകമാണ്. കവിനെ കിസ്കെ ലിയെ തോപ്പ് ഓർ തൽവാർ ശബ്ദോं का प्रयोग किया है? തോപ്പ് ഓർ തൽവാർ, പീരങ്കിയും വാളും എന്ന് ഉപമിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ചായിരുന്നു കവി പറഞ്ഞത്? കവിനെ തോപ്പ് ഓർ തൽവാർ ശബ്ദോं का प्रयोग देश की रक्षा के प्रतीक रूप में किया है. अर्थात शक्ति, साहस और उत्सर्ग की भावന. ശക്തിയും സാഹസ് ധൈര്യവും അല്ലെങ്കിൽ ധീരതയും, ഉത്സർഗ് की ഭാവന അതായത് ത്യാഗ മനോഭാവം, ഇതെല്ലാമാണ് തോപ്പ് ഓർ തൽവാർ എന്ന കവി ഉദ്ദേശിച്ചത്. कवि के अनुसार किसके पास जीवन का कुछ सार नहीं होता? കവി പറഞ്ഞതനുസരിച്ച് ആരുടെ ജീവിതത്തിനാണ് ഒരു മൂല്യവുമില്ലാത്തത്? ജോ സ്വദേശ് സെ പ്രേം നഹി കർത്ത ഉസ്കെ പാസ് ജീവൻ കാ കുച്ച് സാർ നഹി ഹോത്ത. ആരാണോ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാത്തത് അവരുടെ ജീവിതത്തിന് ഒരു മൂല്യവുമില്ല, ഒരർത്ഥവുമില്ല. ജ്ഞാനി ശബ്ദ കാ അർത്ഥ ബത്തായിയെ? ജ്ഞാനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിദ്വാൻ വ്യക്തി, അറിവുള്ള വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, ദീവാനി ശബ്ദ കാ ഭാവാർത്ഥ ക്യാ ഹെ? ദീവാനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജോ മനുഷ്യ അപ്നെ ദേശ് സെ അത്യധിക് പ്രേം കർത്താ ഹോ ഹർദം ഉസ്കെ പ്രതി ആകർഷിത് ഹോത്താ ഹോ? ഏത് വ്യക്തിയാണോ സ്വന്തം രാജ്യത്തെ വളരെയധികം സ്നേഹിക്കുന്നത്, അതുകൂടാതെ സ്വന്തം രാജ്യത്തോടൊപ്പം നിൽക്കുന്നത്, ചേർന്ന് നിൽക്കുന്നത്, ആ വ്യക്തിയാണ് ദീവാനി എന്ന് കവി ഉദ്ദേശിക്കുന്നത്. ജാൻ ഏക് ദിൻ ജാനേക്കോ സേ കവി കാ ക്യാ സങ്കേത് ഹെ? ജാൻ ഏക് ദിൻ ജാനേക്കോ, ജീവൻ ഒരിക്കൽ പോകേണ്ടതാണ് എന്ന് കവി പറഞ്ഞിരുന്നു കവിതയിൽ. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജീവൻ നശ്വർ ഹെ മൃത്യു നിശ്ചിത് ഹെ, അതായത് മരണം നിശ്ചിതമാണ്, എന്തായാലും ഒരു ദിവസം എല്ലാവരും മരിക്കും, അതാണ് കവി ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കവി കെ അനുസാർ സ്വദേശ് കാ പ്യാർ ന ഹോന കിസ്കാ സങ്കേത് ഹെ? കവി പറയുന്നതനുസരിച്ച് സ്വദേശ് കാ പ്യാർ ന ഹോന, അതായത് സ്വന്തം ദേശത്തോട് സ്നേഹമില്ലാത്തത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കവി കെ അനുസാർ സ്വദേശ് കാ പ്യാർ ന ഹോന യഹ് സങ്കേത് കർത്താ ഹെ കി വ ഹൃദയ, അതായത് സ്വന്തം ദേശത്തോട് സ്നേഹമില്ലാത്ത ആളുടെ ഹൃദയം ഭാവനാഹീൻ. ഭാവനാഹീൻ എന്ന് പറഞ്ഞാൽ ഇമോഷൻലെസ്, ഒരു ഫീലിങ്ങും ഉണ്ടാവില്ല, ദയൊന്നും ഉണ്ടാകില്ല. നിഷ്ഠാഹീൻ എന്ന് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥതയും ഉണ്ടാകില്ല. ഓർ നിസ്സാർ ഹെ, നിസ്സാർ എന്ന് പറഞ്ഞാൽ അതായത് എല്ലാറ്റിനെയും വില കുറഞ്ഞ് കാണുന്നതായിരിക്കും. പിന്നെ കവിനെ കിൻ കാര്യോങ്കോ ജീവൻ കാ സാർ ബത്തായ ഹെ? കവി ഏതൊക്കെ കാര്യങ്ങളെയാണ് ജീവിതത്തിൻ്റെ മൂല്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്? കവിനെ ദേശ് പ്രേം, അതായത് ദേശസ്നേഹം, സാഹസ് ധീരത, സക്രിയത എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും സജീവമായിരിക്കുക,
से जुड़ा जीवन को सार्थक बताया है. ഇതെല്ലാം ഉൾപ്പെട്ട ജീവിതത്തെയാണ് അർത്ഥവത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹേ ജാൻ ഏക് ദിൻ ജാനേ കോ, ഇസ് പങ്ക്തി കാ ഭാവ് ക്യാ ഹെ? ഹേ ജാൻ ഏക് ദിൻ ജാനേ കോ, ഒരിക്കൽ ജീവൻ പോകും. ഈ വരികളുടെ അർത്ഥം എന്താണ്? ജീവൻ ക്ഷണഭംഗുർ ഹെ, ഇസ്ലിയെ ജീവൻ രഹത്തെ ദേശ് കെ ലിയെ കുച്ച് കർണാ ചാഹിയെ. അതായത് എപ്പോൾ വേണമെങ്കിലും മരിക്കാം, അതുകൊണ്ട് ജീവനുള്ള സമയത്ത് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. कविता के अनुसार ऐसा हृदय पत्थर समान क्यों है जिसमें स्वदेश प्रेम नहीं है? അപ്പോൾ കവിതയിൽ പറഞ്ഞതനുസരിച്ച് ऐसा हृदय पत्थर समान क्यों है जिसमें स्वदेश प्रेम नहीं है, സ്വന്തം ദേശത്തോട് സ്നേഹമില്ലാത്ത ഹൃദയം കല്ല് പോലെയാണ്. എന്തുകൊണ്ട്? जिस हृदय में स्वदेश प्रेम की भावना नहीं होती उसमें देश के लिए समर्पण का कोई भाव नहीं होता, इसलिए കവി ഉസെ പത്തർ कहता है. അതായത് ദേശസ്നേഹമില്ലെങ്കിൽ ആ ഹൃദയത്തിൽ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ത്യാഗ മനോഭാവം, അർപ്പണ മനോഭാവം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് കവി അങ്ങനെ പത്തർ എന്ന് പറഞ്ഞിരിക്കുന്നത്. കവിനെ സാഹസ് കോ ക്യോ ആവശ്യക് ബത്തായ ഹെ, ധീരത വേണം അല്ലെങ്കിൽ ധൈര്യം വേണമെന്ന് കവി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കവിനെ സാഹസ് കോ जीवन में आवश्यक माना है क्योंकि बिना साहस के व्यक्ति समाज या देश के लिए कोई कार्य नहीं कर सकता. ധീരതയില്ലാതെ ഒരു വ്യക്തിക്ക് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. സാഹസ് കെ ബിനാ ജീവൻ മേ കിസി പ്രകാർ കി ഭി സഫലത പ്രാപ്ത് നഹി കി ജാ സക്തി. ധീരതയില്ലാതെ ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള വിജയം കൈവരിക്കാൻ കഴിയില്ല. കവിത മേ മിട്ടി കാ ക്യാ മഹത്വ ബത്തായ ഗയാ ഹെ. കവിതയിൽ മിട്ടി, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, മണ്ണിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ക്യാ മഹത്വ, എന്ത് മഹത്വമാണ് പറഞ്ഞത്? മിട്ടി വഹി ഹെ ജിസ്മേ ഹം ജന്മേ പലേ ബഡേ ജിസ്മേ ഭോജൻ ഓർ ജീവൻ പ്രാപ്ത് ഹുവ. മണ്ണ് അതാണ്, അതിൽ നമ്മൾ ജനിച്ചു, പലേ ബഡേ വളർന്ന് വലുതായി, ജിസ്സെ ഭോജൻ ഓർ ജീവൻ പ്രാപ്ത് ഹുവ, ഭക്ഷണവും ജീവനുമൊക്കെ നമുക്ക് ലഭിച്ചു. ഈ ഹമാരി മാതൃഭൂമി ഹെ, ഇത് നമ്മുടെ മാതൃഭൂമിയാണ്, നമ്മുടെ സ്വന്തം ഭൂമിയാണ്. ജിസ്കെ പ്രതി പ്രേം ഓർ കർത്തവ്യ ഭാവ് ഹോനാ ചാഹിയെ, ഇതിനെ നമ്മൾ സ്നേഹിക്കുകയും കർത്തവ്യ ഭാവന ഉണ്ടാവുകയും വേണം. कवि ने किस प्रकार कहा है कि जीवन में देश प्रेम आवश्यक है? ജീവിതത്തിൽ ദേശസ്നേഹം ആവശ്യമാണെന്ന് കവി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? കവി कहते हैं कि जो व्यक्ति देश के लिए नहीं जिया उसके जीवन का कोई मूल्य नहीं है, देश प्रेम से ही जीवन सार्थक होता है. അപ്പോൾ കവി എന്താണ് പറഞ്ഞത്? ജിസ്കെ ഹൃദയമേ, ആരുടെ ഹൃദയത്തിലാണോ ദേശത്തോട് സ്നേഹമില്ലാത്തത്, ജോ വ്യക്തി ദേശ് കെ ലിയെ നഹി ജിയ, ദേശത്തിന് വേണ്ടിയിട്ട് ജീവിക്കാത്ത ആളാണെങ്കിൽ ആളുടെ ജീവിതത്തിനൊരു വാല്യൂവുമില്ല. ദേശ് പ്രേം സേ ഹി ജീവൻ സാർത്ഥക് ഹോത്ത ഹെ, ദേശസ്നേഹം കൊണ്ട് തന്നെയാണ് ജീവിതം അർത്ഥവത്താവുന്നത്. സബ് കുച്ച് ഹെ അപ്നെ ഹാത്തോ മേ ഇസ് പങ്ക്തി കാ ക്യാ അർത്ഥ ഹെ. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട് എന്ന് കവിതയിൽ പറയുന്നുണ്ട്. ഈ വരികളുടെ അർത്ഥം എന്താണ്? यह पंक्ति आत्मविश्वास और कर्म के प्रति प्रेरित करती है कि हम अपनी शक्ति और प्रयास से देश की रक्षा और उन्नति कर सकते हैं. നമ്മുടെ ശക്തിയും പരിശ്രമവും കൊണ്ട് നമ്മുടെ ദേശത്തിന് വേണ്ടി, നമുക്ക് ദേശത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. कवि के अनुसार स्वदेश के प्रति प्रेम न रखने वाला व्यक्ति कैसा है? കവി പറയുന്നതനുസരിച്ച് സ്വന്തം ദേശത്തോട് സ്നേഹം ഇല്ലാത്ത ആൾ എങ്ങനെയുള്ള ആളാണ്? ഏസ വ്യക്തി കേവൽ ഭൂമി പർ ബോജ് ഹെ, അങ്ങനെയുള്ള ആൾ ഭൂമിയിലൊരു ഭാരമാണ്. ക്യോങ്കി ഉസ്മേ ന ഭാവന ഹെ ന യോഗ്ദാൻ കി ഇച്ഛ, അവരിൽ ഭാവന ഇല്ല, അതായത് ഇമോഷൻ ഇല്ല. ഒരു യോഗ്ദാൻ കി ഇച്ഛ, ത്യാഗ മനോഭാവമില്ല, ദയയുണ്ടാകില്ല. വ സമാജ് ഓർ ദേശ് കെ ലിയെ വ്യർത്ഥ ഹെ, ആ വ്യക്തി സമൂഹത്തിനും രാജ്യത്തിനും ഒരു ഉപകാരവുമില്ലാത്ത ആളാണ്. വ്യർത്ഥ ഹെ, വെറുതെയാണ്. കവിത മേ ജ്ഞാനി ഓർ രാജാ റാണി കാ ഉല്ലേഖ് കിസ് സന്ദർഭ് മേ കിയാ ഗയാ ഹെ. കവിതയിലെ ജ്ഞാനി എന്നും രാജാ റാണി എന്നും പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? കിസ് സന്ദർഭ് മേ കിയാ ഗയാ ഹെ,
कविता में ज्ञानी शब्द का प्रयोग विद्वानों के लिए किया है. ജ്ഞാനി എന്ന് പറഞ്ഞിരിക്കുന്നത് മഹത് വ്യക്തികളെക്കുറിച്ച്, അറിവുള്ള ആളുകളെക്കുറിച്ച്, വിദ്വാൻമാരെക്കുറിച്ചാണ്. और രാജാ റാണി എന്ന് പറഞ്ഞിരിക്കുന്നത് യഹ് ഹെ കി ഇസ് ദേശ് പർ സബി കാ സമാൻ അധികാർ ഹെ. ഈ രാജ്യത്ത് എല്ലാവർക്കും, നമ്മളെല്ലാവർക്കും ഒരേപോലെയുള്ള അധികാരമാണ്. രാജാറാണി, നമ്മളെല്ലാവരും ഈ രാജ്യത്തെ രാജാക്കന്മാരും റാണിമാരുമാണ്. എല്ലാവർക്കും ഒരേപോലെയുള്ള അവകാശമാണുള്ളത്. വിദ്വാൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ. ഇനി നമുക്ക് ശബ്ദാർത്ഥം നോക്കാം. ഹൃദയം എന്ന് പറഞ്ഞാൽ ദിൽ യാ മൻ, ഹൃദയം അല്ലെങ്കിൽ മനസ്സ്. സ്വദേശ് അപ്നാദേശ്, സ്വന്തം രാജ്യം. ജോഷ് എന്ന് പറഞ്ഞാൽ ഉത്സാഹ്, ഉമംഗ്, ഉത്സാഹം അല്ലെങ്കിൽ ആവേശം. സാർ എന്ന് പറഞ്ഞാൽ മൂല്യം അല്ലെങ്കിൽ മഹത്വം അല്ലെങ്കിൽ അർത്ഥം എന്നൊക്കെ ആണ് അർത്ഥം. ചൽ നസക, ജുഡ് നസക, അതായത് യോജിച്ച് പോകാൻ കഴിയില്ല. സൻസാർ സംഘ് സ്വദേശ് കെ സാത്ത്, സ്വന്തം രാജ്യത്തോടൊപ്പം. സാഹസ് എന്ന് പറഞ്ഞാൽ ബഹാദുരി, ധീരത. പാർ എന്ന് പറഞ്ഞാൽ ലക്ഷ്യ യാ സഫലത, വിജയം. ജാതി ഉദ്ധാർ, സമാജ് കാ ഉദ്ധാൻ, സമൂഹത്തിൻ്റെ ഉന്നമനം. ഭാവ്, ഭാവന. രസധാർ എന്ന് പറഞ്ഞാൽ സംവേദനാക്കി ധാര, അതായത് സഹതാപം, അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങളും എല്ലാം മനസ്സിലാക്കാനുള്ള ആ കഴിവ്. ദാനാപാനി എന്ന് പറഞ്ഞാൽ ഭോജൻ ഓർ പാനി, ജീവൻ നിർവാഹ, ഭക്ഷണവും വെള്ളവും. ബന്ധുബായി, ബാന്ധവ്, അതായത് റിലേറ്റീവ്സ്. ലാസാനി, അനുപം, ജിസ്ക കോയി സാനി നഹോ, അതായത് ഉപമിക്കാൻ കഴിയാത്ത, മറ്റൊന്നിനോട് ഉപമിക്കാൻ കഴിയാത്ത. ജ്ഞാനി എന്ന് പറഞ്ഞാൽ വിദ്വാൻ, അറിവുള്ള ആൾ. ദീവാനി, ആകർഷിത് യാ മോഹിത് ഹോന. പസീജ എന്ന് പറഞ്ഞാൽ ദയാസെ ആർദ്ര ഹോന അല്ലെങ്കിൽ ജുഡാ ഹുവ ഭാവ്, അതായത് ദയ കൊണ്ട് മനസ്സ് അലിയുക അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുക. പൃഥ്വി, ഭൂമി. നിസ്സംശയം എന്ന് പറഞ്ഞാൽ ബിനാ സന്ദേഹക്കെ, സംശയമില്ലാതെ. കാൽദീപ്, മൃത്യുവിക്ക് ജാല, മരണത്തിൻ്റെ നാളം, തീനാളം. പർവാന, ബലിദാൻ ദേനെ വാല, ബലിയർപ്പിക്കുന്ന ആൾ. പിന്നെ തോപ്പ് തൽവാർ എന്ന് പറഞ്ഞാൽ ശക്തി ഓർ സാഹസ് കെ പ്രതീക്, പീരങ്കിയും വാളും എന്ന് ഉദ്ദേശിക്കുന്നത് കവിതയിൽ ശക്തിയുടെയും ധീരതയുടെയും പ്രതീകമായിട്ടാണ്. കവിതയുടെ മലയാളം എക്സ്പ്ലനേഷൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോയിട്ട് കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.